ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദിനഹാകാലത്തിൻ്റെ 6-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണിത്. അതോടൊപ്പം സ്നാപക യോഹന്നാന്റെ ദൗത്യവും സാക്ഷ്യവും ഈ വചനഭാഗത്ത് പ്രകടമാകുന്നുണ്ട്. പശ്ചാത്തലം നോക്കുമ്പോൾ യോഹന്നാൻ പറയുന്നു, ഈശോയും ശിഷ്യന്മാരും യൂദയായിലേക്ക് പോയി. അവിടെ ശിഷ്യന്മാരോടുകൂടി ഈശോ താമസിക്കുകയാണ്. താമസിക്കുമ്പോൾ സാലിമിനടുത്തുള്ള ഏനോനിൽ സ്നാപക യോഹന്നാൻ സ്നാനം കൊടുക്കുന്നുണ്ടായിരുന്നു. ഈശോയും അതിൻ്റെ സമീപത്ത് തന്നെ സ്നാനം കൊടുത്തുകൊണ്ടിരുന്നു. മാമോദീസ കൊടുക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ മാംദാന കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതിന് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണെങ്കിൽ ഈശോ ദൈവത്തിൻ്റെ പുത്രനായി മനുഷ്യനായി അവതരിച്ചുവെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ദൗത്യം ഒന്നു തന്നെയായിരുന്നു: സുവിശേഷം പ്രസംഗിക്കുകയും ജ്ഞാനസ്നാനം കൊടുക്കുകയും ചെയ്യുക. അണലി സന്തതികളെ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരേ സുവിശേഷത്തിൻ്റെ സദ്വാർത്ത പങ്കുവച്ചു. അത് സുവിശേഷം നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അതോട് ചേർന്ന് രണ്ടുപേരും മാമോദീസ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും മാമോദീസ കൊടുക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും മാമോദീസായ്ക്ക് വ്യത്യാസമുണ്ട്. സ്നാപക യോഹന്നാൻ അനുതാപത്തിൻ്റെ മാമോദീസ കൊടുത്തുവെങ്കിൽ, പാപമോചനത്തിൻ്റെ മാമോദീസ കൊടുത്തുവെങ്കിൽ, ഈശോ പരിശുദ്ധാത്മാവിനാലുള്ള മാമോദീസയാണ് കൊടുത്തത്. ഈശോയുടെ മാമോദീസായോടുകൂടി ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തിയാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അനുതാപത്തിൻ്റെ മാമോദീസയാണ്, പാപമോചനത്തിൻ്റെ മാമോദീസയാണ് സ്നാപക യോഹന്നാൻ കൊടുക്കുന്നത്. അങ്ങനെ രണ്ടു കൂട്ടരും ഒരു സ്ഥലത്ത് സാലിമിനടുത്തുള്ള ഏനോനിൽ രണ്ട് വശത്തായി സ്നാനം കൊടുക്കുകയാണ്. അപ്പോൾ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തിനൊടുവിൽ അവർ വന്ന് സ്നാപകനോട് പറയുകയാണ്, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവനതാ അപ്പുറത്ത് മാമോദീസ നൽകുന്നു. ഇത് ശിഷ്യന്മാര് പറയുമ്പോൾ അവരുടെ മനസ്സ് എന്താണെന്ന് അടുത്ത വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ, നിന്റെ അടുത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നു. ഒരു പരിധിവരെ നമുക്ക് നോക്കുമ്പോൾ, മാനുഷികമായി നോക്കുമ്പോൾ, ഇതൊരു അസൂയയുടെ ധ്വനിയായി നമുക്ക് തോന്നിയേക്കാം. തൻ്റെ നേതാവിനേക്കാൾ കൂടുതൽ ആളുകൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അവൻ ആരെപ്പറ്റി പറഞ്ഞുവോ അവനിലാണ് എന്നത് ഒരു അസൂയയുടെ വാക്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ അസൂയയുടെ പ്രകടനമായി നമുക്ക് തോന്നിയേക്കാം. ഒരുപക്ഷേ ശിഷ്യന്മാർ അങ്ങനെ ചിന്തിച്ച് കാണുമായിരിക്കുകയും ചെയ്യാം. എന്തായിരുന്നാലും അസൂയയുടെ മനോഭാവം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ അതിന് വിരാമമിട്ടുകൊണ്ട് സ്നാപക യോഹന്നാൻ പറയുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. 27-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ കഴിയുകയില്ല.
ഇവിടെ മറ്റൊരു ആശയം കൂടി ഈ വചനഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, സ്നാപക യോഹന്നാൻ ഈശോയെ ദൈവത്തിൻ്റെ പുത്രനായി, സ്വർഗീയനായി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ഒന്നും ആർക്കും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വചനം പറയുമ്പോൾ, പുത്രനായ മിശിഹ സ്വർഗത്തിൽ നിന്ന് വന്നുവെന്നും പിതാവായ ദൈവം അവനെ അയച്ചുവെന്നുമൊക്കെ പരോക്ഷമായിട്ട് യോഹന്നാൻ ഇവിടെ ഈശോയെ കുറിച്ച് പറയുകയാണ്. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും 31-ാം വാക്യത്തിലും ഏതാണ്ട് അത് തന്നെയാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ സ്വർഗീയനാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ സ്വർഗീയ കാര്യങ്ങൾ സംസാരിക്കുന്നു. അത് ഈശോയെ സ്വർഗീയനായി, പിതാവിൻ്റെ പുത്രനായി, ദൈവപുത്രനായി യോഹന്നാൻ അവതരിപ്പിക്കുകയാണ് ഇവിടെ. പ്രിയമുള്ളവരെ, അതൊരു വലിയ സാക്ഷ്യമാണ്. യോഹന്നാന്റെ ദൗത്യവും അത് തന്നെയാണല്ലോ. ആ ദൗത്യത്തെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാര് ഈശോയെക്കുറിച്ച് വന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടാണ് പറയുന്നതെങ്കിലും യോഹന്നാൻ അതിനെ പോസിറ്റീവായി മാറ്റിയെടുക്കുകയാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ആളുകൾ ധാരാളം കണ്ടേക്കാം. എന്നാൽ അവിടെയും ഒരു പോസിറ്റീവ് എലമെൻ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ കഴിയുക എന്നത് ദൈവികമായ ഭാവമാണ്. അത് സ്നാപക യോഹന്നാൻ ഇവിടെ പുലർത്തുകയാണ്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് കണ്ട് വിലയിരുത്തി അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിച്ച് ആദരിക്കുക എന്ന് പറയുന്നത് ദൈവികമായ ഭാവമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ സുവിശേഷങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ശക്തമായ ഒരു പേഴ്സണാലിറ്റിയുള്ള വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന വാക്യമാണ് തുടർന്ന് വരുന്നത്. അദ്ദേഹം പറയുകയാണ്, മണവാളൻ്റെ സന്തോഷം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു, പൂർണ്ണമായിരിക്കുന്നു. യഹൂദ സമ്പ്രദായമനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച് വിവാഹിതനാകുന്ന ചെറുപ്പക്കാരൻ്റെ ഉറ്റ സ്നേഹിതനാണ് അവന് വധുവിനെ കണ്ടെത്തുകയും മറ്റ് വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും അവനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ വിവാഹത്തിൻ്റെതായ എല്ലാ ക്രമീകരണങ്ങളും വരുത്തുകയും ചെയ്യുന്നത് വരൻ്റെ ഉത്തമ സ്നേഹിതനാണ്. അപ്പോൾ വരൻ മണവാട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സ്വരം കേൾക്കുന്ന ഉറ്റ സ്നേഹിതൻ ഏറെ സന്തോഷവാനാകുകയാണ്. ആ ഒരു സന്തോഷം അവിടെ പൂർണ്ണമാകുന്നു. ഇവിടെ ഈശോയാകുന്ന മണവാളനോട് ചേർന്ന് നിന്നുകൊണ്ട് ഉറ്റ സുഹൃത്തായി സ്നാപക യോഹന്നാൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരു സുഹൃത്തായി മാറുന്നുണ്ട് എങ്കിൽ, ആ സുഹൃത്തിൻ്റെ സന്തോഷം പൂർണ്ണമാവുകയാണ് എന്ന് യോഹന്നാൻ അവതരിപ്പിക്കുന്നു. അവൻ പറയുകയാണ്, എന്താണ് പറയുന്നത് സ്നാപകൻ? അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. എളിമയുടെ ഏറ്റവും ഉദാത്തമായ ഒരു എക്സ്പ്രഷനാണ്, ഒരു വെളിപ്പെടുത്തലാണ് സ്നാപകൻ ഇവിടെ നടത്തുന്നത്. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. മറ്റൊന്നുകൂടി സ്നാപകൻ വെളിപ്പെടുത്തുന്നുണ്ട്, ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പേ അവന് വഴിയൊരുക്കുവാൻ വന്നവനാണ്. സ്നേഹമുള്ളവർ, ഇതെല്ലാം സ്നാപകൻ പറയുമ്പോൾ സ്നാപകന്റെ ദൗത്യവും സ്നാപകന്റെ സാക്ഷ്യവും ഈ വചനത്തിലൂടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ വലിയവരായി കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ വലിയവനോ വലിയവളോ ആയി കാണാറുണ്ടോ? മാതാപിതാക്കൾ മക്കളെ വലിയവരായി കാണാറുണ്ടോ? മക്കൾ മാതാപിതാക്കളെ വലിയവരായി കാണാറുണ്ടോ? ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നിടത്ത്, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിൽ, അങ്ങനെ മറ്റുള്ള തലങ്ങളിലൊക്കെ മറ്റുള്ളവരെ വലിയവരായി കാണാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് എളിമയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അത് ദൈവികമായ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ ഭാവമാണ്, ദൈവ ആശ്രയബോധത്തിൻ്റെ അടയാളമാണ്, ദൈവ അനുഭവത്തിൻ്റെ പ്രകടനമാണ്. സ്നേഹമുള്ളവരെ, നമുക്കും സ്നാപകനെ പോലെ മറ്റുള്ളവരെ വലിയവരായി കാണുവാനും മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുവാനും
താല്പര്യമുള്ള വ്യക്തിത്വങ്ങളായി മാറുവാൻ പരിശ്രമിക്കാം. അപ്രകാരം സ്നാപകൻ്റേതുപോലെയുള്ള ദൈവികമായ ഭാവം നമ്മളിൽ നിലനിർത്തപ്പെടുവാനും നമ്മുടെ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൗത്യം പൂർത്തിയാക്കി പിൻവാങ്ങുകയും ചെയ്യുന്ന ജീവിതശൈലി വളർത്തിയെടുത്തുകൊണ്ട് എളിമയുള്ളവരായി മാറാം. വലിയവർക്ക് ചെറുതാകാൻ കഴിയൂ, ചെറിയവർക്ക് ഒരിക്കലും ചെറുതാകാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വലിയവരായി മാറാം, ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യരായി മാറാം. സ്നാപകനെ പോലെ കർത്താവ് സ്നാപകനെ കുറിച്ച് പറയുന്നത് പ്രകാരമാണല്ലോ, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്നാണ് സ്നാപകനെ കുറിച്ച് കർത്താവ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം സ്വീകാര്യത സ്നാപകന്റെ വ്യക്തിത്വത്തിന് ദൈവസന്നിധിയിൽ ഉണ്ടാവുകയെന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. നമുക്ക് ആകുന്നിടത്തോളം എളിമയുടെ വക്താക്കളായി മാറുവാൻ പരിശ്രമിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നവരായി മാറാൻ പരിശ്രമിക്കാം. മറ്റുള്ളവർ ചെയ്യുന്ന സത്കാര്യങ്ങളെ ദൈവികമായ ഭാഗമത്തോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് അതിനെ വലിയ കർമ്മങ്ങളായി കാണുവാൻ പരിശ്രമിക്കാം. അപ്രകാരം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചുകൊണ്ട് ദൗത്യ നിർവഹണത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചെയ്യുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സ്നാപകന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.